എൻ്റെ ഷീജ പ്രദീപ്തി എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മാങ്ങയിട്ട മത്തിക്കറിയാണ് ആക്കുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ: മത്തി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, മത്തി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ കഷ്ണം എങ്ങനെ വേണമെന്ന് മുറിക്കാം. മാങ്ങ കഷ്ണം, തേങ്ങ, ജീരകം ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനം വേണം. നമുക്ക് ആദ്യമായി ചട്ടിയിലേക്ക് മാങ്ങ കഷ്ണങ്ങളിടാം. മാങ്ങ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. മാങ്ങ ചെറുതായി തൊലി കളഞ്ഞ് മുറിച്ച മാങ്ങ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇടാം. പിന്നെ മുളക് പൊടി ഒരു 3 സ്പൂൺ തന്നെ ഇടാം. ഇത് കാശ്മീരി മുളകാണ്. 3 കളറിന് വേണ്ടിയിട്ട് 3 മുളക് പൊടി. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി മാങ്ങ വേവുന്നവരെ അടുപ്പത്ത് വെക്കാം. ഇതാ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഈ മാങ്ങ നന്നായി വേവുന്നവരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് മൂടി വെക്കാം. മാങ്ങ നന്നായി വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. മാങ്ങ വെന്തോ നോക്കാം. ഇത് നമുക്കൊന്ന് കയ്യിലിട്ടിട്ട് മാങ്ങ ഒന്ന് ഉടച്ചു കൊടുത്ത് നമുക്ക് ഇതിൽ അരപ്പൊഴിക്കാം. തേങ്ങയും ജീരകവും അരച്ചത് ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് അരച്ചതൊന്ന് ചേർത്ത് അല്പം വെള്ളം ഇതിലാക്കി ഒന്ന് കുലുക്കിയിട്ട് ഒഴിക്കാം. ഇത് ഒഴിച്ച് ഈ അരപ്പൊന്ന് തിളക്കാൻ വെക്കാം. നമുക്ക് ഒന്ന് മൂടിയിട്ട് വെക്കാം. നോക്കാം, അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങളിടുക. ഉപ്പിട്ട് വെച്ച മീൻ കഷ്ണങ്ങളിടുക. എന്നിട്ട് ഇതൊന്ന് വെക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയില, കരിവേപ്പില ഇത് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഉള്ളി കാച്ചിപ്പോരേന് നമുക്ക് ഒരു പാരുള്ളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം സവാള ചെറുതായി മുറിച്ച് നമുക്ക് ഇതിലേക്കിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റാം. സവാള ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.